നമസ്കാരം. പൊട്ടിക്കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഒരേ സമയം ലെബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ലയുടെ വ്യാപകമായ പ്രത്യാക്രമണവും തുടരുകയാണ്. സംഘർഷം വ്യാപിക്കുന്നതിനിടെ ജോർദാൻ തലസ്ഥാനമായ അമാനിൽ ലെബനാനിന് ഐക്യദാർഢ്യം അറിയിപ്പിച്ച് കൂറ്റൻ റാലി നടന്നു. തെക്കൻ ലെബനാനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രായേലിന് കാര്യമായി നേട്ടമുണ്ടാക്കാനാവാതെ വന്നതോടെ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. ബൈറൂത്തിൽ ആരോഗ്യ പ്രവർത്തകരടക്കം 37 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. 151 പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുല്ല നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു ബൈറൂത്തിലെ ആക്രമണം. ലെബനാനിലും പുറമെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത്. വെസ്റ്റ് ബാങ്കിലെ തുൽക്കരിം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേരും ഗാസയിലെ ഖാൻ യൂനൂസിലും ഖൈറുൽ ബലായിലും ബോംബാക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെതിരായ ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണവും ശക്തമാണ്. വടക്കൻ ഇസ്രായേലിലേക്കും ഹൈഫയിലേക്കും അടക്കം 100-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുല്ല തൊടുത്തുവിട്ടത്. നവാദിൻ സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിലെ 2 സൈനികർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചു. ഗോലാനി ബ്രിഗേഡിലെ സിഗ്നൽ ഓഫീസർ ഡാനിയൽ അവീവ് ഹൈംസോഫർ, IT സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻ ടാൽഡ്രോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ 24 സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണം മൊസാദ് ആസ്ഥാനത്തും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ യമനിലെ ഹൂത്തി സ്വാധീന മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണം നടത്തി. തലസ്ഥാനമായ സല്ലായിലും ഹുദൈദ വിമാനത്താവളത്തിലും ധാമാർ പട്ടണത്തിലും ആക്രമണം നടത്തിയതായി യമനിലെ അൽ ജസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. ജോർദാൻ തലസ്ഥാനമായ അമാനിൽ ലെബനാൻ ഐക്യദാർഢ്യം അറിയിച്ച് നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.